ഹായ് മല്ലു മാസ്റ്ററിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേരള ട്രഷറി കോഡിൻ്റെ ഒരു ലോവറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2022 ജാനുവരി നോട്ടിഫിക്കേഷൻ പ്രകാരം നടന്ന ലോവറിൻ്റെ എക്സാമിനേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നിങ്ങൾ എഴുതുന്നത് അക്കൗണ്ട് ടെസ്റ്റ് ഹയർ ആയാലും ലോവർ ആയാലും ഇനി അതല്ല എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ടെസ്റ്റ് ആയാലും ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം നോക്കി മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നോക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ലെസൺസ് ഒക്കെ പോയി കാണുക. എൻ്റെ സർവീസ് റൂൾസിൻ്റെ ക്ലാസ്സുകൾ, അതുപോലെ ഫൈനാൻഷ്യൽ കോഡിൻ്റെ ക്ലാസ്സുകൾ, അതുപോലെ അക്കൗണ്ട് കോഡിൻ്റെ ക്ലാസ്സുകൾ, അതൊക്കെ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, സബ് വൗച്ചേഴ്സ് മേ ബി ഡിസ്ട്രോയ്ഡ് ആഫ്റ്റർ പീരീഡ് ഓഫ് ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ്. 3 years എന്നാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. രണ്ടാമത്തേത്, സ്പെസിമെൻ സിഗ്നേച്ചർ ഷുഡ് ബി ഗിവൺ ബൈ എ ഡെപ്പോസിറ്റർ ഇൻ SB ഫോം. SB ഫോം 2 ആണത്. മൂന്നാമത്തേത്, സബ് ട്രഷറി വിൽ ബി ഇൻസ്പെക്റ്റഡ് ബൈ. സബ് ട്രഷറികൾ ഇൻസ്പെക്ട് ചെയ്യുന്ന ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസറുടെ ചുമതലയാണ്. നാലാമത്തേത്, ട്രാൻസ്ഫർ ഓഫ് SB അക്കൗണ്ട്സ് ഈസ് നോട്ട് അലൗഡ് ഇൻ ദ മന്ത് ഓഫ് മാർച്ച്. ഓപ്ഷൻ സി ആണ്, മാർച്ച് മാസമാണ് അത് അലൗ ചെയ്യാത്തത്. ഇത് ഹയറിൻ്റെ എക്സാമിനേഷനിലും ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ്. Question number 5. In the treasury, high value notes has to be stored in. എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്നാണ്. അത് ടിൻ ബോക്സസ് ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. ആറാമത്തെ ചോദ്യം, കേരള ട്രഷറി റൂൾസ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ. ഓപ്ഷൻ ബി ആണ് എൻ്റെ കറക്റ്റ്, 1 July 1963. ഡേറ്റ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഡേറ്റ് ആണ്, വളരെ പ്രധാനപ്പെട്ട ഒരു തീയതി. ഏഴാമത്തെ ചോദ്യം, ദ ക്യാഷ് ബാലൻസ് ഫിക്സ്ഡ് ബൈ ഗവൺമെന്റ് ഇൻ ജാനുവരി ഈച്ച് ഇയർ ഫോർ ഈച്ച് ഡിസ്ട്രിക്ട് ഫോർ ദ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ. എൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, മാക്സിമം നോർമൽ ക്യാഷ് ബാലൻസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. എട്ടാമത്തേത്, ദ പ്രൊസീജിയർ പ്രിസ്ക്രൈബ്ഡ് ഇൻ റൂൾ 154 ഷുഡ് ബി ഫോളോഡ് ഇൻ ജനറലി ഇൻ റിഗാർഡ് ടു റെസിപ്റ്റ്, കസ്റ്റഡി ആൻഡ് ഇഷ്യൂ ഓഫ് ബാൻഡറോൾസ്. കസ്റ്റഡി ഓഫ് വിച്ച് ഐറ്റം ഈസ് ഡിസ്ക്രൈബ്ഡ് ഇൻ റൂൾ 154. 154 ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് സ്റ്റാമ്പ്സ് ആൻഡ് സ്റ്റാമ്പ് പേപ്പറാണ്. ഒൻപതാമത്തെ ചോദ്യം, ദ ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ് ഈസ് പ്രിസ്ക്രൈബ്ഡ് ബൈ. ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ് ആരാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്? അത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. ഈ ചോദ്യവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഹയറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. പത്താമത്തേത്, ദ സബ് ട്രഷറി ഓഫീസർ സബ്മിറ്റ്സ് ദ അക്കൗണ്ട്സ് ആൻഡ് റിപ്പോർട്ട്സ് ഇൻ റെസ്പെക്ട് ഓഫ് വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ആൻഡ് അതർ വാല്യുബിൾ ടു. അദ്ദേഹം അത് കൊടുക്കേണ്ടത് ദ ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർക്കാണ്. ഓപ്ഷൻ സി. പതിനൊന്നാമത്തേത്, ഇൻ ദ ഫോളോയിങ് വിച്ച് ഓഫ് ദം ഇസ് ആൻ അനാമത് ബാലൻസ്. കണ്ടോ, വില്ലേജ് റെമിറ്റൻസ് വരുന്നുണ്ട്, കറൻസി റെമിറ്റൻസ്, മണി സെൻഡ് ബൈ ഗവൺമെന്റ്, ഇതെല്ലാം അനാമത്തിൽ വരുന്നതാണ്. ഓപ്ഷൻ ഡി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ, ഓൾ ദ എബോവ്. 12ാമത്തെ ചോദ്യം, ദ സ്പെസിമെൻ സിഗ്നേച്ചർ കോഡ് വേർ സിഗ്നേച്ചർ ഈസ് റെക്കോർഡഡ് ബൈ എ ഗസറ്റഡ് ഓഫീസർ ഷുഡ് ബി അറ്റസ്റ്റഡ് ബൈ. ആരാണത് അറ്റസ്റ്റ് ചെയ്യേണ്ടതെന്നാണ്. ഓപ്ഷൻ ഡി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ, the superior officer or another officer whose specimen signature is already on record with the treasury. ട്രഷറിയിൽ ഓൾറെഡി സ്പെസിമെൻ സിഗ്നേച്ചർ കാർഡുള്ള ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുപ്പീരിയർ ഓഫീസർ. 13ാമത്തേത്, ദ ട്രാൻസ്ഫർ ഓഫ് മണി ബിറ്റ്വീൻ ദ ട്രഷറി ബാലൻസ് ആൻഡ് കറൻസി ചെസ്റ്റ് ഇൻ കൺസിഡറേഷൻ ഓഫ് an opposite transfer of the same amount at another place is called ട്രാൻസ്ഫർ ത്രൂ കറൻസി എന്നാണ് അത് അറിയപ്പെടുന്നത്. 14ാമത്തെ ചോദ്യം, ദ ടു കീസ് ഓഫ് ഈച്ച് ഡബിൾ ലോക്ക് റിസെപ്റ്റക്കിൾ കെപ്റ്റ് ഇൻ ദ സ്ട്രോങ് റൂം ആർ എൻട്രസ്റ്റഡ് ടു. 2 കീസും ആരോടൊപ്പമാണ് ഇരിക്കേണ്ടതെന്ന്. അതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, വൺ ഓഫ് ദം വിത്ത് ദ ട്രഷറർ ആൻഡ് ദ അതർ വിത്ത് ദ ട്രഷറി ഓഫീസർ. 15ാമത്തെ ചോദ്യം, ദ കസ്റ്റോഡിയൻ ഓഫ് ദ കണ്ടിജൻസി ഫണ്ട് ഓഫ് കേരള. എപ്പോഴും ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഗവർണർ ഓഫ് കേരള. ഓപ്ഷൻ എ. 16ാമത്തേത്, all remittance dispatched by rail, river or road shall be escorted by. Option C, police guard ആണ്. 17ാമത്തെ ചോദ്യം, for the ways and means advance from the bank, the request to the bank will be accompanied by dash for the amount on behalf of the governor. Option B, demand promissory note. 18ാമത്തെ ചോദ്യം, വാലിഡിറ്റി പീരീഡ് ഓഫ് ക്യാഷ് ഓർഡർ ഈസ്. ക്യാഷ് ഓർഡറിന്റെ വാലിഡിറ്റി പീരീഡ് ശ്രദ്ധിക്കണം, ഇത് ഹയറിനും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓപ്ഷൻ എ ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ, 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ. 19ാമത്തെ ചോദ്യം, എ പെൻഷൻ നോട്ട് ബീങ് എ സർവീസ് പെൻഷൻ ഗ്രാൻഡഡ് ഓൺ കമ്പാഷനേറ്റ് ഗ്രൗണ്ട്സ് ഓർ ഇൻ മെറിറ്റോറിയസ് സർവീസ് ഈസ് കോൾഡ്. അതിനാണ് നമ്മൾ പൊളിറ്റിക്കൽ പെൻഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി. 20ാമത്തെ ചോദ്യം,
As per the service rules, the maximum number of stagnation increments are. The maximum number option C ആണ് 5. 21ാമത്തെ ചോദ്യം, the statement of civil court deposit lapsed should be forwarded to. ലാപ്സ് ആവുന്ന സിവിൽ കോർട്ട് ഡെപ്പോസിറ്റിന്റെ സ്റ്റേറ്റ്മെന്റുകൾ അയക്കേണ്ടത് ഏജിക്കാണ്. ഓപ്ഷൻ സി. 22ാമത്തെ ചോദ്യം, രജിസ്റ്റർ ഓഫ് പെൻഷൻ മണി ഓർഡർ ഇസ് ഇൻ ദ ഫോം. അതിന്റെ ഫോമാണ് ചോദിച്ചിരിക്കുന്നത് TR82 ആണ്. ഓപ്ഷൻ എ. 23ാമത്തേത്, Article 11 of the KAC Volume 2 explains the receipts and payments on account of dash in a state treasury or sub-treasury should be credited and debited under the head accounts with RBI. അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് അതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി. 24ാമത്തെ ചോദ്യം, ആസ് പെർ റൂൾ 90 of KTC, when a check is received by the government servant become government money only when final receipt in TR5 is issued. TR5 ഇഷ്യൂ ചെയ്യുമ്പോൾ മാത്രമാണ്, അതിന്റെ റെസിപ്റ്റ് കൊടുക്കുമ്പോൾ മാത്രമാണ് അത് ഗവൺമെന്റ് മണി ആയിട്ട് മാറുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡെഫിനേഷൻ ഈസ് റോങ്? കണ്ടോ, എ ഒക്കെ കറക്റ്റ് ആണ്, ബിയും കറക്റ്റ് ആണ്, സിക്ക് ഒരു കുഴപ്പമുണ്ട്. ഓപ്ഷൻ സി നോക്കി, ഗവൺമെന്റ് അക്കൗണ്ട് മീൻസ് ദ ടോട്ടൽ ഓഫ് ദ കൺസോളിഡേറ്റഡ് ഫണ്ട് അക്കൗണ്ട്സ് ആൻഡ് ദ കണ്ടിജൻസി ഫണ്ട് അക്കൗണ്ട്സ്. ഗവൺമെന്റ് അക്കൗണ്ടിലെ പബ്ലിക് അക്കൗണ്ടും കൂടി വരും. ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ വരുന്നത്. 26ാമത്തെ ചോദ്യം, in order to prevent the payment of any fraudulent claims on account of pension, the pensioner submits life certificate once in a year. 27ാമത്തെ ചോദ്യം, a general system of control over treasury, district treasuries explains in Rule 4 of KTC Volume 1, who is responsible for punctual submission of returns required from the treasury by the government, the AG. ഗവൺമെന്റും ഏജിക്കും ഒക്കെ റിട്ടേൺസ് കൊടുക്കേണ്ടത് ട്രഷറി ഓഫീസറാണ്. ഓപ്ഷൻ എ ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. 28ാമത്തെ ചോദ്യം, പെൻഷൻ ഈസ് പെയ്ഡ് ഫ്രം. അതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, കൺസോളിഡേറ്റഡ് ഫണ്ട്. കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് പെൻഷൻ കൊടുക്കുന്നത്. 29ാമത്തെ ചോദ്യം, റീപേയ്മെന്റ് ഓഫ് പേഴ്സണൽ ഡെപ്പോസിറ്റ് മേ ബി ഡൺ ബൈ എ ചെക്ക് പ്രസന്റഡ് വിത്തിൻ 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ. ഓപ്ഷൻ സി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. 30ാമത്തെ ചോദ്യം, ബിൽ ഫോം ഫോർ മെസലേനിയസ് പേയ്മെന്റ്സ്. TR42 ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി. 31ാമത്തെ ചോദ്യം, ആസ് ആൻ എൻട്രി റെക്കോർഡഡ് ഇൻ ദ റീപേയ്മെന്റ് ഓർഡർ, നോ റീപേയ്മെന്റ് ഓഫ് റവന്യൂ ഡെപ്പോസിറ്റ്സ് ആൻഡ് ക്രിമിനൽ കോഡ് ഡെപ്പോസിറ്റ് ഷുഡ് ബി എഫക്റ്റഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? അതിനകത്ത് ഒറ്റ സ്റ്റേറ്റ്മെന്റ്സും അതുമായി ബന്ധപ്പെട്ടതല്ല, എല്ലാം തെറ്റാണ്. നൺ ഓഫ് ദീസ് ആണ് അതിന്റെ ആൻസർ. ഓപ്ഷൻ ഡി. 32ാമത്തേത്, ഗവൺമെന്റ് അക്കൗണ്ട് മീൻസ്. കുറച്ചു മുമ്പ് നമ്മൾ മെൻഷൻ ചെയ്താണ്, ഇപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് കൺസോളിഡേറ്റഡ് ഫണ്ട് വരും, കണ്ടിജൻസി ഫണ്ട് വരും, പബ്ലിക് അക്കൗണ്ട് വരും. അതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ടോട്ടൽ ഓഫ് ദ എബവ് 3. 33ാമത്തെ ചോദ്യം, ഷെഡ്യൂൾ ഓഫ് റീപേയ്മെന്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഈസ് പ്രിപ്പയർഡ് ഇൻ ഫോം TA. ഓപ്ഷൻ ബി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. 31. 34ാമത്തെ ചോദ്യം, നോൺ റീഫണ്ടബിൾ അഡ്വാൻസ് ഫ്രം GPF മേ ബി സാങ്ഷൻഡ് on completion of 10 years of service or within 10 years from the date of retirement from service on superannuation. In this condition, if an employee completes 9 years of service and 9 years for retirement applied for NRA, the employee is eligible to get NRA. അതായത് 10 വർഷത്തെ സേവനം പൂർത്തിയാക്കിയിരിക്കണം. അതുപോലെ നമ്മൾ റിട്ടയർ ചെയ്യുമ്പോൾ റിട്ടയർ ചെയ്യാനുള്ള പീരീഡ് കൂടി നോക്കിയിട്ടാണ്. ഡേറ്റ് ഓഫ് റിട്ടയർമെന്റിൽ നിന്ന് 10 വർഷത്തിനുള്ളിലായിരിക്കണം. അപ്പോൾ ഇവിടെ ഈ കേസിൽ അദ്ദേഹത്തിന് ഇനി 9 വർഷ സർവീസ് ബാക്കിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് NRAക്ക് എലിജിബിൾ ആണ് അദ്ദേഹം. 35ാമത്തെ ചോദ്യം, റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൾ ഡ്രോയിങ് ഓഫീസേഴ്സ് ഇൻ ക്ലിയറിംഗ് ഓഡിറ്റ് ഒബ്ജക്ഷൻസ് ഈസ് ഇൻ റൂൾ. റൂള് 428 ആണ്, 428 ഓഫ് KTC. ബുക്ക് മറിച്ച് നോക്കിയാൽ റൂള് കാണാവുന്നതാണ്. 36ാമത്തെ ചോദ്യം, ഹൂ ഈസ് കോമ്പിറ്റന്റ് ടു ഇഷ്യൂ എ ലീവ് സാലറി സർട്ടിഫിക്കറ്റ് ടു എ ഗസറ്റഡ് ഓഫീസർ ഓൺ ലീവ്. ഗസറ്റഡ് ഓഫീസർ ലീവിൽ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ലീവ് സാലറി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അക്കൗണ്ടന്റ് ജനറൽ ആണ്. ഓപ്ഷൻ ബി. ഇഫ് എ ഗ്രാറ്റുവിറ്റി റിമെയിൻസ് അൺഡ്രോൺ ഫോർ മോർ ദാൻ ഡാഷ് മന്ത്സ് ദ പേയ്മെന്റ് ഓർഡർ ഷാൽ ബി റിട്ടേൺ മെൻഷനിങ് ദ കോസ്റ്റ്. 12 months എന്നാണ്. 38ാമത്തെ ചോദ്യം, ദ ജനറൽ പ്രിൻസിപ്പിൾസ് റിഗാർഡിംഗ് ദ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് of deposits at dash apply to sub-treasuries, district treasuries. അതായത് general principles regarding the receipts and payment of deposit at district treasuries apply to supply treasuries. ജില്ലാ ട്രഷറികൾക്ക്
ബാധകമായ എല്ലാ റൂൾസും സബ് ട്രഷറികൾക്കും ബാധകമാണെന്നർത്ഥം. 39ാമത്തേത് ആസ് പെർ GOP 141/81 finance dated 25th February 1981, the charges of treasury in general changed to dash. Article 306B. It is changed to Director of Treasuries. പോസ്റ്റ് നിലവിൽ വന്ന ഡേറ്റ് ആണ് അതിൽ കൊടുത്തിരിക്കുന്നത്. 40ാമത്തെ ചോദ്യം നോ പ്ലേസ് ഷാൽ ബി യൂസ്ഡ് ആസ് എ സ്ട്രോങ് റൂം unless an officer of Public Works Department not lower than dash has certified that it's secure and fit. സ്ട്രോങ് റൂമിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ് PWD. ഓപ്ഷൻ ഡി. 41ാമത്തെ ചോദ്യം ഇൻട്രസ്റ്റ് ഓൺ വേസ് ആൻഡ് മീൻസ് അഡ്വാൻസ് വിൽ ബി ഓപ്ഷൻ ബി ഡെബിറ്റഡ് അഗെയിൻസ്റ്റ് ദ ഗവൺമെൻറ് അക്കൗണ്ട് ബൈ ദ ബാങ്ക് അറ്റ് ദ ടൈം ഓഫ് റീപേയ്മെൻറ്റ്. 42ാമത്തെ ചോദ്യം ഇൻ പാർട്ട് 5 സെക്ഷൻ 4 ചാപ്റ്റർ 2 ഓഫ് KTC വോളിയം 1 it is added that treasury officers shall make payment of dearness relief to pensioners on receipt of the orders from the government without specific authorization of AG. Supporting GO is സാധാരണ എല്ലാ പെൻഷൻസും കൊടുക്കുന്നത് AGയുടെ ഓതറൈസേഷനോട് കൂടിയാണ്. ഈ കേസിൽ മാത്രം എന്ത് വേണ്ട, ഡിയർനെസ് റിലീഫ് കൊടുക്കാൻ, പെൻഷനേഴ്സിന് ഡിയർനെസ് റിലീഫ് കൊടുക്കാൻ AGയുടെ പ്രത്യേക ഒരു ഓർഡർ വേണ്ട എന്ന് ഗവൺമെൻറ് തന്നെ ഓർഡർ ഇട്ടിരിക്കുകയാണ്. ആ ഓർഡർ GOP 1065/92 ഫിനാൻസ് ഡേറ്റഡ് 14th December 92 ആയിരുന്നു. അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. 43ാമത്തെ ചോദ്യം പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസ് ഈസ് ഇഷ്യൂഡ് ബൈ, അത് ഇഷ്യൂ ചെയ്യുന്നത് നമുക്കറിയാം അക്കൗണ്ടൻറ്റ് ജനറൽ ആണ്. ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. 44ാമത്തെ ചോദ്യം റീഫണ്ട് ഓഫ് ഇലക്ഷൻ ഡെപ്പോസിറ്റ് ഷുഡ് ബി ഓതറൈസ്ഡ് ഇൻ റൈറ്റിംഗ് ബൈ, അത് റിട്ടേണിംഗ് ഓഫീസറാണ് എപ്പോഴും ഓതറൈസ് ചെയ്യുന്നത്. ഈ രണ്ട് ചോദ്യങ്ങളും എപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്നതാണ്, 43ഉം 44ഉം. 45ാമത്തെ ചോദ്യം when it is reported that cash order has been lost or destroyed within 3 months from the date of issue, the treasury officer shall follow the procedure indicated in rule dash of part 6 of the rules for the issue of duplicate. അതിൻ്റെ റൂൾസ് വരുന്നത് ഓപ്ഷൻ എ ആണ് 410 to 412. 46ാമത്തേത് രജിസ്റ്റർ ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വിത്ത് അതർ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഷുഡ് ബി പോസ്റ്റഡ് ഇൻ സെപ്പറേറ്റ് രജിസ്റ്റർ ഫോംസ്. അതിൻ്റെ രജിസ്റ്റർ ഫോംസ് TA1ഉം TA2ഉമാണ്. 47ാമത്തെ ചോദ്യം നോൺ ബാങ്ക് ട്രഷറി മീൻസ് എ ട്രഷറി ദ ക്യാഷ് ബിസിനസ് ഓഫ് വിച്ച് ഈസ് കണ്ടക്റ്റഡ് ബൈ, ഓപ്ഷൻ എ ആണ് എൻ്റെ കറക്റ്റ് ആൻസർ, ട്രഷറിയാണ്. ട്രഷറി തന്നെ കണ്ടക്ട് ചെയ്യുക, അവിടെ ബാങ്ക് ഉണ്ടാവില്ല. 48ാമത്തേത് ഇൻ റൂൾ 163C യൂസ് ഓഫ് ബോൾ പോയിന്റ് പെൻ ഫോർ ഫില്ലിംഗ് ഇൻ ബിൽസ് ആൻഡ് അതർ ഡോക്യുമെൻറ്റ്സ് പ്രസൻറ്റഡ് ടു ട്രഷറി ഈസ് ആഡഡ്. ഇൻ വിച്ച് ഇയർ റിലേറ്റഡ് ഗവൺമെൻറ് ഓർഡർ ഈസ് ഇൻട്രൊഡ്യൂസ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1977 ഓപ്ഷൻ എ ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 49ാമത്തേത് ദ ട്രഷറി ഓഫീസർ ഷെൽ എക്സാമിൻ ദ ഡെപ്പോസിറ്റ് രജിസ്റ്റേഴ്സ് ഹിംസെൽഫ് അറ്റ്ലീസ്റ്റ് വൺസ് എ ക്വാർട്ടർ ആൻഡ് എൻഷുവർ ദാറ്റ് ദേ ആർ കെപ്റ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ റൂൾ പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ പർപ്പസ് ഇൻ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, കേരള അക്കൗണ്ട് കോഡ്. 50ാമത്തെ ചോദ്യം the order of AG to make a recovery from government servant who has lien transferred to another district, the order should be, അത്തരം സന്ദർഭങ്ങളിൽ ആ ഓർഡർ ഓപ്ഷൻ ബി ആണ് സെൻഡ് ടു ദ ട്രഷറി ഓഫീസർ ഓഫ് ദാറ്റ് ഡിസ്ട്രിക്ട്. അദ്ദേഹം ഏത് ഡിസ്ട്രിക്റ്റിലേക്കാണോ ട്രാൻസ്ഫർ ആയിരിക്കുന്നത് അവിടുത്തെ ട്രഷറി ഓഫീസർക്ക് അത് അയച്ചു കൊടുക്കും. 51ാമത്തെ ചോദ്യം ഇൻട്രസ്റ്റ് ഓൺ ദ അക്കൗണ്ട് ഓഫ് എ ഡിസീസ്ഡ് ഡെപ്പോസിറ്റർ വിൽ ബി അലൗഡ്. ആൻസർ ഓപ്ഷൻ സി ആണ് ആസ് ഓൺ ദ മന്ത് പ്രിസീഡിങ് ദ ഡേറ്റ് ഓഫ് ഡെത്ത്. അദ്ദേഹത്തിന് മരണത്തിൻ്റെ തൊട്ടു മുമ്പത്തെ മാസം വരെയുള്ളവന് അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ലഭിക്കുക. 52ാമത്തേത് എ ബിൽ ഓർ ഡോക്യുമെൻറ്റ് ബിക്കംസ് വൗച്ചർ വെൻ ദ ബിൽ ഈസ്, ഓപ്ഷൻ ബി റെസീപ്റ്റഡ് ആൻഡ് സ്റ്റാമ്പ് പെയ്ഡ്. ബില്ല് എപ്പോഴാണ് വൗച്ചർ ആവുന്നതെന്ന് ഒത്തിരി വട്ടം ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണത്. ഹയറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ഇത് തന്നെ കണ്ടിട്ടുണ്ടാവും. 53ാമത്തെ ചോദ്യം ഷെഡ്യൂൾ ഓഫ് പേയ്മെൻറ്റ്സ് ഓൺ അക്കൗണ്ട് ഓഫ് റെയിൽവേ ഈസ് പ്രിപ്പയർഡ് ഇൻ ഫോം TA29 ആണത്, ഓപ്ഷൻ എ. 54ാമത്തെ ചോദ്യം ഹൂ മേ പെർമിറ്റ് വിത്ഡ്രോവൽ ഫ്രം ട്രഷറി ഫോർ എനി പർപ്പസ്, അത് അക്കൗണ്ടന്റ് ജനറലിൻ്റെ പെർമിഷനാണ് വേണ്ടത്, ഓപ്ഷൻ ഡി AG. 55ാമത്തെ ചോദ്യം വിച്ച് റൂൾസ് ഇൻ KTC ആർ ഡിസൈൻ പ്രൈമറിലി ഫോർ ദ ഗൈഡൻസ് ഓഫ് ട്രഷറി ഓഫീസേഴ്സ് in dealing with the payments into and withdrawals from treasuries in connection with the facilities afforded by the RBI. ആ റൂൾസ് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, റൂൾസ് 376 to 423.
56-ാമത്തെ ചോദ്യം, ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഹാൻഡ്ലിംഗ് ഓഫ് ദ മണി അറ്റ് ദ ട്രഷറി? ട്രഷറിയിലെ പണം കൈകാര്യം ചെയ്യുന്നത്. ഒത്തിരി വട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓപ്ഷൻ ഡി, ചീഫ് ട്രഷറർ. 57-ാമത്തേത്, ദ ട്രഷറി ഓഫീസേഴ്സ് ഓഫ് നോൺ ബാങ്കിംഗ് ഡിസ്ട്രിക്ട് ആൻഡ് സബ് ട്രഷറീസ് ഷുഡ് ഫോർവേഡ് വീക്ക്ലി ക്യാഷ് ബാലൻസ് റിപ്പോർട്ട് ഇൻ ഫോം നമ്പർ TR89 ടു ദ ഡയറക്ടർ ഓഫ് ട്രഷറീസ്. ഡയറക്ടർ ഓഫ് ട്രഷറീസിനാണ് അത് അയക്കേണ്ടത്. ഓപ്ഷൻ ബി. 58-ാമത്തെ ചോദ്യം, the duties of the treasurers in the accounts department of the district treasuries prescribed in rule 51 to 55 shall apply mutatis mundandis to the treasurer of the sub-treasury. In this mutandis means എന്താണെന്നാണ് ചോദ്യം. അത് വിത്ത് നെസസറി ചേഞ്ചസ് എന്നാണ് അതിൻ്റെ മീനിങ്. 59-ാമത്തെ ചോദ്യം, ആസ് പെർ KTC acknowledgement for receipt of money in form number TR5 ആണ്. 60-ാമത്തെ ചോദ്യം, ഇൻ ദ പാർട്ട് ട്രാൻസ്ഫർ ഓഫ് മണി സ്റ്റാൻഡിംഗ് ഇൻ ഗവൺമെന്റ് അക്കൗണ്ട് അപ്ലൈ ടു. ട്രാൻസ്ഫർ ഓഫ് മണീസ് എന്നുകൊണ്ട് എന്താണ് മീൻ ചെയ്യണമെന്നാണ്. വൺ ട്രഷറി ടു അനദർ, ഫ്രം ദ ട്രഷറി ബാലൻസ് ടു ദ കറൻസി ചെസ്റ്റ് ബാലൻസ് ഇൻ എ ട്രഷറി ഓർ വൈസ് വേഴ്സ, ഫ്രം എ ട്രഷറി ടു ദ ബാങ്ക് ഓർ വൈസ് വേഴ്സ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ദ അബവ്. ഇതെല്ലാം ഈ ട്രാൻസ്ഫർ ഓഫ് മണീസിൽ വരുന്നതാണ്. 61-ാമത്തെ ചോദ്യം, പ്ലസ് ആൻഡ് മൈനസ് മെമ്മോറണ്ട ടു ബി സബ്മിറ്റഡ് മന്ത്ലി ഇൻ ഫോം TA33 ആണത്. പ്ലസ് ആൻഡ് മൈനസ് മെമ്മോറണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സെഗ്മെന്റ് ആണത്. 62-ാമത്തെ ചോദ്യം, ഇൻ ദ ഫോളോയിങ് ഇൻഫർമേഷൻ വിച്ച് ഓഫ് ദം ഈസ് റെക്കോർഡഡ് ഇൻ എ ട്രഷറി ചലാൻ? നേച്ചർ ഓഫ് പേയ്മെന്റ് വരുന്നുണ്ട്, എമൗണ്ട് പെയ്ഡ്, അതുപോലെ ഹെഡ് ഓഫ് അക്കൗണ്ട്, ഇതെല്ലാം വരും. ഓപ്ഷൻ ഡി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ, ഓൾ ദ അബവ്. 63, who is responsible to the government for the proper functioning of the treasuries in the state? അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രഷറി. ട്രഷറി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് അതിൻ്റെ റെസ്പോൺസിബിൾ പേഴ്സൺ. 65-ാമത്തെ ചോദ്യം, റൂൾ 162 to 307 ഓഫ് KTC ഈസ് ഓഫ്. ഓപ്ഷൻ ബി, വിത്ഡ്രോവൽ ഫ്രം ദ ഗവൺമെന്റ് അക്കൗണ്ട്. 66-ാമത്തെ ചോദ്യം, ഇൻ ദ ഫോളോയിങ് ലോക്കൽ ഫണ്ട് ഈസ്. ലോക്കൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മുനിസിപ്പൽ ഫണ്ട്സ് വരുന്നുണ്ട്, പഞ്ചായത്ത് ഫണ്ട്, KSRTC വർക്കിംഗ് ഫണ്ട്, ഇതെല്ലാം ലോക്കൽ ഫണ്ടിന്റെ ഹെഡിലാണ് വരുന്നത്. ഓൾ ദ എബവ് ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. 67-ാമത്തെ ചോദ്യം, ദ സർവീസ് ഡീറ്റെയിൽസ് ഓഫ് ഗസറ്റഡ് സ്റ്റാഫ് ഓഫ് സ്റ്റേറ്റ് ആർ കെപ്റ്റ് ബൈ. ഗസറ്റഡ് സ്റ്റാഫിന്റെ ഡീറ്റെയിൽസ് കീപ്പ് ചെയ്യുന്നത് അക്കൗണ്ടന്റ് ജനറൽ ആണ്. ഓപ്ഷൻ ഡി. 68-ാമത്തെ ചോദ്യം, ബൈ വിച്ച് ആർട്ടിക്കിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റ്സ് ടു ദ മേക്കിംഗ് ഓഫ് റൂൾസ് ഓഫ് KTC റൂൾസ് ഉണ്ടാക്കിയിരിക്കുന്നത് അക്കോർഡിംഗ് ടു ദ ആർട്ടിക്കിൾ 283(2). ഓപ്ഷൻ എ ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 69-ാമത്തെ ചോദ്യം, ഷെഡ്യൂൾ ഓഫ് പേയ്മെന്റ് ഓഫ് പെൻഷൻ ഈസ് ഫോം TA22. വിച്ച് ആർട്ടിക്കിൾ ഓഫ് KEC വോളിയം 2 ഇൻസിസ്റ്റ് ദിസ് ഷെഡ്യൂൾ? ഓപ്ഷൻ എ ആണ് എൻ്റെ കറക്റ്റ് ആൻസർ, ആർട്ടിക്കിൾ 91. 70-ാമത്തെ ചോദ്യം, ആസ് പെർ റൂൾസ് റിലേറ്റിംഗ് ടു ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ട്രഷറി ഓഫീസർ, ഇഫ് എ ട്രഷറി ഓഫീസർ റിസീവ്സ് ഇന്റിമേഷൻ ഫ്രം ദ AG ദാറ്റ് monies have been incorrectly withdrawn, he shall effect the recovery without condition of. അപ്പോൾ ഇൻകറക്റ്റ് വിത്ഡ്രോവൽ നടന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താണ് അദ്ദേഹം ചെയ്യേണ്ടതെന്നാണ്. ഓപ്ഷൻ എ, വിതൗട്ട് എനി ഡിലേ, എനി കറസ്പോണ്ടൻസ് അണ്ടർടേക്കൻ, റെഫറൻസ് ടു ദ റിട്രച്ച്മെന്റ്. അതിൻ്റെ കറക്റ്റ് ആൻസർ ഇതെല്ലാം ചെയ്യേണ്ടി വരും, ഓൾ ദ എബവ്. 71-ാമത്തെ ചോദ്യം, ഫിഡലിറ്റി ഇൻഷുറൻസ് ഗ്യാരണ്ടി ഷാൽ ബി obtained for certain security posts in Treasury Department. Whenever there is an increase in the number of posts in any of the categories concerned, the Director of Treasury shall intimate that fact to State Insurance Department within dash of that date of appointment of the post. ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റിനെ എപ്പോൾ അറിയിക്കണമെന്നാണ്? അത് 15 ദിവസത്തിനുള്ളിലാണ്. ഓപ്ഷൻ എ, വിത്തിൻ 15 days. 72-ാമത്തെ ചോദ്യം, ഇൻ ദ ട്രഷറി കോഡ് വോളിയം 2 സീരിയസ് ഇറഗുലാരിറ്റി ഓഫ് ട്രഷറിയുടെ സീരിയസ് ഇറഗുലാരിറ്റിയുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എ പറഞ്ഞിരിക്കുന്നത് പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി വിത്തൗട്ട് അതോറിറ്റി ഫ്രം ദ ഓഡിറ്റ് ഓഫീസ്, പേയ്മെന്റ് മെയ്ഡ് ഓൺ ചെക്ക് നോട്ട് സൈൻഡ് ബൈ ദ ഡ്രോയർ, എംപെസൽമെന്റ് അറ്റ് ട്രഷറിയിലെ തിരിമറികളാണ്. ഇതിനകത്ത് വരുന്നത് ഓൾ ദ എബവ്. ഇതെല്ലാം ട്രഷറി ഇറഗുലാരിറ്റിയുടെ അണ്ടറിൽ വരുന്നതാണ്. 73-ാമത്തെ ചോദ്യം, ഫോം നമ്പർ ഓഫ് റീഫണ്ട് ഓഫ് ലാപ്സ് ഡെപ്പോസിറ്റീസ്. ഓപ്ഷൻ സി, TR68. 74-ാമത്തെ ചോദ്യം, ആസ് പെർ സെക്ഷൻ 3 ചാപ്റ്റർ 1 ഓഫ് കേരള ട്രഷറി കോഡ് വോളിയം 1, the rules describe transaction through checks. When a government servant sends a check to the treasury for payment not in cash but by transfer credit in the treasury, he
he should endorse in words received payment by transfer, credit to dash and sign below them. Failure to this is facilitated as option B ആണ് criminal misappropriation of the amount. 75ാമത്തെ ചോദ്യം unclaimed safe custody article remains more than 25 years after due procedure can open the packets to prepare mahasar of the contents. The treasury officer shall open the packet in the presence of option C additional district magistrateന്റെ സാന്നിധ്യത്തിലാണ് അത് തുറക്കേണ്ടത്. 76ാമത്തെ ചോദ്യം in the KTC volume 2 explains the destruction of treasury records only after obtaining final concurrence from അതിന്റെ ഫൈനൽ കൺകറൻസ് ലഭിക്കേണ്ടത് അക്കൗണ്ടന്റ് ജനറലിന്റെ അടുത്ത് നിന്നാണ് ഓപ്ഷൻ ബി. 77ാമത്തെ ചോദ്യം any transaction which cannot be allocated directly to any of the prescribed head of classification should be entered in the accounts as an unclassified item ആയിട്ടാണ് അത് എൻ്റർ ചെയ്യേണ്ടത് ഓപ്ഷൻ എ. 78ാമത്തെ ചോദ്യം ഡാഷ് gives an abstract of the bills cash except the personal claims of gazetted officers from treasury. ഓപ്ഷൻ സി ആണ് the treasury bill book. 79ാമത്തെ ചോദ്യം who is responsible for the due accounting of all monies received into and paid out of government accounts? ഓപ്ഷൻ സി treasury officer. 80ാമത്തെ ചോദ്യം as per rule 39 of KTC volume 1 joint director regional deputy director as the case may be are empowered to conduct the inspection of district treasuries on behalf of director and the inspection report may be forwarded to AG through the director. It is inserted as per ഏതാണ് ഓർഡർ എന്നാണ് എൻ്റെ ചോദ്യം. ഓപ്ഷൻ എ ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. GOP 581/2004 ഫിനാൻസ് ഡേറ്റഡ് 13th December 2004. 81ാമത്തെ ചോദ്യം കേരള ട്രഷറി കോഡ് ഫോം നമ്പർ ഓഫ് രജിസ്റ്റർ ഓഫ് അൺഡിസ്ബേഴ്സ്ഡ് പേയ്സ് അൺഡിസ്ബേഴ്സ്ഡ് പേയുടെ രജിസ്റ്റർ TR 22 ആണ് ഓപ്ഷൻ സി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 82ാമത്തെ ചോദ്യം റീഫണ്ട് ഓഫ് റവന്യൂ ഷാൽ ബി പ്രിപ്പയർഡ് ഇൻ ഫോം ഓപ്ഷൻ ഡി TR 65. 83ാമത്തെ ചോദ്യം ദ ടേം ഡബിൾ ലോക്ക് ബാലൻസ് മീൻസ് ഡബിൾ ലോക്ക് ബാലൻസ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ബാലൻസ് ഓഫ് ട്രഷറി ഓപ്ഷൻ എ ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 84ാമത്തെ ചോദ്യം ദ പ്രൊട്ടക്റ്റീവ് എൻഡോഴ്സ്മെന്റ് ഇൻ എ ബിൽ ഷാൽ ബി റെക്കോർഡഡ് ഇൻ ഓപ്ഷൻ സി റെഡിംഗ്. 85ാമത്തെ ചോദ്യം ദ സിഫർ കോഡ് സപ്ലൈഡ് ബൈ സിഫർ കോഡ് ആരാണ് സപ്ലൈ ചെയ്യണമെന്ന് ദ കറൻസി ഓഫീസർ ഓഫ് RBI ഓപ്ഷൻ സി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 86ാമത്തെ ചോദ്യം where the state government employs below 60 years of age the total income exceeds 2,50,000 but does not exceed 5 lakhs the income tax rate is 10% of the total income exceeds 2,50,000 അതാണ് ഇപ്പോഴത്തെ റേറ്റ് ഓപ്ഷൻ എ ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 87ാമത്തെ ചോദ്യം ദ ഷെഡ്യൂൾ ഓഫ് റിക്കവറി ടുവേർഡ്സ് പ്രൊവിഡന്റ് ഫണ്ട് ഈസ് ഫോമാണ് ചോദിച്ചിരിക്കുന്നത് TR 104 ഓപ്ഷൻ സി. 88ാമത്തെ ചോദ്യം ഇൻ ദ ഫോളോയിങ് വിച്ച് ഈസ് നോട്ട് ആൻ അക്രഡിറ്റഡ് ഏജൻസി അക്രഡിറ്റഡ് ഏജൻസി അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ്. 89ാമത്തെ ചോദ്യം ലിസ്റ്റ് ഓഫ് പേയ്മെന്റ്സ് സപ്പോർട്ടഡ് വിത്ത് വൗച്ചേഴ്സ് ഷുഡ് ബി സെൻഡ് ടു AG. വാട്ട് ഈസ് ലിസ്റ്റ് ഓഫ് പേയ്മെന്റ്സ് ലിസ്റ്റ് ഓഫ് പേയ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഓഫ് വൗച്ചേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ സി. 90ാമത്തെ ചോദ്യം കണ്ടിജന്റ് ബിൽ ഫോം ഈസ് മോഡിഫൈഡ് ആസ് ഫോം നമ്പർ TR 59 ഓപ്ഷൻ ഡി. 91ാമത്തെ ചോദ്യം ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് ഷാൽ നെവർ ബി പെയ്ഡ് ഇൻ പാർട്ട് ഒരിക്കലും അത് തിരിച്ചു കൊടുക്കുമ്പോൾ പാർട്ടായിട്ട് കൊടുക്കാൻ പാടില്ല അത് ഒന്നായാണ് തിരിച്ചു കൊടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. 92ാമത്തെ ചോദ്യം എ ഗവൺമെന്റ് സർവന്റ് ഇൻ ഹിസ് കപ്പാസിറ്റി ആസ് അഡ്മിനിസ്ട്രേറ്റർ ഓഫ് എ ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ഷുഡ് റെമിറ്റ് ഇൻ ടു ഗവൺമെന്റ് അക്കൗണ്ട് മണീസ് റെപ്രസെന്റിംഗ് ചാരിറ്റബിൾ എൻഡോവ്മെന്റിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുമ്പോൾ ഏതൊക്കെ തരം പണമാണ് ഗവൺമെന്റ് അക്കൗണ്ടിലേക്ക് റെമിറ്റ് ചെയ്യേണ്ടതെന്ന് അതിൽ ഒന്നാമത്തെ വരുന്നത് ഇൻട്രസ്റ്റ് ഇൻ സെക്യൂരിറ്റീസ് പെർട്ടൈനിങ് ടു എൻഡോവ്മെന്റ്സ് ഇൻകം ഫ്രം പ്രോപ്പർട്ടീസ് റിലേറ്റിംഗ് ടു എൻഡോവ്മെന്റ്സ് interest realized in respect of securities relating to endowments divested from treasurer of charitable endowments. ഇതെല്ലാം ഈ കാറ്റഗറിയിൽ വരുന്നതാണ്. അതിൻ്റെ കറക്റ്റ് ആൻസർ ഓൾ ദ എബവ് എന്നാണ് ഓപ്ഷൻ ഡി. 93ാമത്തെ ചോദ്യം ദ ചലാൻസ് റിലേറ്റിംഗ് ടു ഈച്ച് സബ്സിഡിയറി രജിസ്റ്റർ ഷാൽ ബി നമ്പേർഡ് ഇൻ എ സെപ്പറേറ്റ് മന്ത്ലി കോൺസിക്യൂട്ടീവ് സീരീസ് ഓപ്ഷൻ സി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. The cipher code and check signal books are supplied by the currency officer of RBI Delhi to treasury officer ക്കാണ് അദ്ദേഹം അത് കൊടുക്കുന്നത്. 95ാമത്തെ ചോദ്യം as per KTC volume 1 part 2 section 1 under the head of the responsibilities of the director
It is described that when an officer takes charge of the post of director, he shall obtain from the outgoing director a note prepared indicating അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ജനറൽ ഇംപ്രഷൻസ് ഇൻ ദ വർക്കിംഗ് ഓഫ് ദ ട്രഷറീസ് ഇൻ ദ സ്റ്റേറ്റ് ആൻഡ് ഇമ്മീഡിയറ്റ് വർക്ക് ടു ബി ഡൺ അർജന്റ്ലി. ഇത്തരം കാര്യങ്ങളാണ് ചാർജ് കൈമാറുമ്പോൾ കൊടുക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. 96ാമത്തേത് an officer of a commercial service who keeps a remittance book should prepare a consolidated receipts and submit to treasury office. അത് മന്ത്ലി ആണ് കൊടുക്കേണ്ടത്. ഓപ്ഷൻ എ മന്ത്ലി. 97ാമത്തെ ചോദ്യം in circumstance of urgency dash may by an order in writing authorize and require treasury officer to make a payment without complying the provision of rules. അപ്പോൾ ഒരു അർജൻറ്റ് സിറ്റുവേഷൻസിൽ അത് ചെയ്യുന്നത് ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഓപ്ഷൻ ബി. 98ാമത്തേത് the last pay and allowances of a regular gazetted officer who finally quits service should be certified as per rule 212 of KTC volume 1 by ഓപ്ഷൻ ബി ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ആണ്. 99ാമത്തെ ചോദ്യം മിന്റ് റെമിറ്റൻസ് മീൻസ് റെമിറ്റൻസ് ഓഫ് ഡാഷ് ഫ്രം ട്രഷറി ടു മിന്റ്. ഓപ്ഷൻ ബി അൺകറന്റ് കോയിൻസ്. 100ാമത്തെ ചോദ്യം pay slip is an authorization issued by dash for the drawal of personal claims of a gazetted government servant. ഓപ്ഷൻ എ ദ അക്കൗണ്ടന്റ് ജനറൽ. പേ സ്ലിപ്പ് ഓതറൈസ് ചെയ്യുന്ന അക്കൗണ്ടന്റ് ജനറൽ ആണ്. അതാണ് അതിൻ്റെ 100ാമത്തെ ചോദ്യം. അപ്പോൾ നമ്മുടെ കേരള ട്രഷറി കോഡിൻ്റെ ലോവറിൻ്റെ ഒരു എക്സാം ആയിരുന്നത്, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ സജസ്റ്റ് ചെയ്യുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.